സുഗത ആളുകൾക്ക് നല്ല ചെയ്തിട്ടുണ്ട്. നല്ല പാവപ്പെട്ടവരെ സഹായിക്കാനും അതിനൊക്കെ സുഗതം പോയിട്ടേ ഉള്ളൂ. റോഡിൻ്റെ കാര്യത്തിനും കുടിവെള്ളത്തിനും എല്ലാം ഇത് ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. അത് ചെയ്യുകയും ചെയ്യും. പിന്നെ ഞാനും എൻ്റെ ഒരു കൂടപ്പിറപ്പ് പോലെയൊക്കെയാണ് ഞാൻ നോക്കുന്നത്. പിന്നെ വേറെ എല്ലാ വിഷയം ആളുകളുടെ നല്ല സ്നേഹവും പെരുമാറ്റങ്ങളുള്ള ഒരു കൊച്ചാണത്. അല്ലാതെ വേറെ ഒന്നുമില്ല. പാവങ്ങളെ സഹായിക്കാനൊക്കെ അവൻ പോയിട്ടേ ഉള്ളൂ. നല്ല ഒരു മനുഷ്യനുമാണ്. നമ്മൾ സുഗതനെ പോലൊരു കൗൺസിലറെ കണ്ടിട്ടില്ല. വന്ന കൗൺസിലറെല്ലാം നമുക്ക് ഒന്നും തന്നിട്ടുമില്ല. ഞങ്ങളെ വിഷമങ്ങളെല്ലാം സുഗതൻ്റെ പറഞ്ഞു ഞങ്ങൾക്കെല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇങ്ങനത്തേക്ക് അവസ്ഥകൾ വന്നു. അപ്പം നിങ്ങൾ സമാധാനപ്പെട്ടി ഞാൻ വന്ന് എല്ലാം വീട് എല്ലാം കഴിഞ്ഞിട്ട് ശരിയായി ആക്കി തരാം എന്ന് പറഞ്ഞ്. ഞങ്ങളെ വിഷമങ്ങളിൽ ഞങ്ങൾക്ക് കുടിവെള്ളം പോലും ഇല്ല. അപ്പോൾ ഫ്രീ കളക്ഷനൊക്കെ തരാമെന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോൾ ചുവട്ടുള്ളതെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു മാസം കൊണ്ട് സുഖമില്ലാതെ ഞാൻ മെഡിക്കലൊക്കെ കിടന്നിട്ട് വന്നതാണ്. എന്നിട്ട് ഞങ്ങൾ കുടിവെള്ളമൊക്കെ ചുവട്ടുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ മോളും അവൾക്കും സുഖമില്ലായിരുന്നു. ഒക്കെ ഇരുത്തി നമുക്ക് നല്ല രീതിക്ക് ആക്കി തന്നാൽ മതിയായിരുന്നു. നമ്മൾ വാട്ടണത്തിൽ നിന്ന് ജയിച്ച സുഗത നല്ലൊരു കൗൺസിലറാണ്. പുള്ളി നാടിന് വേണ്ടിയും പല കാര്യങ്ങൾ ചെയ്യാമെന്നും ഇന്ന് ഞങ്ങളുടെ അടുത്ത് പല പ്രവർത്തകരുടെ ഇലക്ഷൻ സമയത്ത് അരളി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമല്ല പുള്ളി ഒരു ഇതിൻ്റെയൊക്കെ ആളാണ്. മെഡിക്കൽ മരുന്നുകളും കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെയൊക്കെ ആൾക്കാരാണ്. ഈ ഏരിയയിൽ മിക്ക ആൾക്കാരും സുഖമില്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് സുഖമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി സഹായം ചെയ്യാനും ഇലക്ഷൻ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് അതുപോലെ നമ്മൾ ഈ റോഡെന്ന് പറഞ്ഞ് വിജനമായ സ്ഥലമാണ്. ഇവിടെ എല്ലാം അസുഖങ്ങളിൽ മുങ്ങിക്കിടക്കുന്ന ആൾക്കാരും പല ആൾക്കാരും മൂർച്ഛിച്ച് കിടക്കുന്ന ആൾക്കാർ. പുള്ളികൾക്ക് വേണ്ടി സഹായം ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ റോഡ് കിടക്കണമുണ്ട് നമുക്ക് സ്കൂൾ കുട്ടികൾക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് പോകാൻ പറ്റുന്നില്ല. പുള്ളി അത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞിട്ട് പുള്ളിക്ക് ചെയ്യാനും പറ്റിയില്ല. അതിനിടയ്ക്ക് പുള്ളിയെ കള്ളക്കേസ് കുടുക്കി. അങ്ങനെ പുള്ളി ഇപ്പം ജയിലിലാണ്. നാടിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യാനുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ അകത്തായിപ്പോൾ എന്ത് ചെയ്യുന്നതാണ് ആലോചിക്കുന്നത്. ഞാനാണ് ഒരു സുഖമില്ലാത്തതിന് എനിക്ക് സ്ട്രോക്ക് വന്ന് കുറച്ച് ദിവസം കണ്ട് ഞങ്ങളുടെ ഈ ചെറിയൊക്കെ പണിയാണ്. പുള്ളി എനിക്കും പല സഹായങ്ങൾ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു പാവപ്പെട്ട കുടുംബത്തിന് ജോലിക്ക് പോകാനും ഒന്നും അങ്ങനില്ല. ഞാൻ ജീവിക്കുകയാണ്. മെഡിക്കൽ മരുന്നും കാര്യങ്ങളൊക്കെ തന്നെ ഡെയിലി തന്നെ ഒരു 6 മാസം ഒരു 50,000 എൻ്റെ കയ്യിൽ നിന്ന് ചില മരുന്നുകൾ വാങ്ങിക്കണമുണ്ട്. അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ട് സഹിക്കുന്നവരാണ്. പുള്ളി എന്നെ സംബന്ധിച്ചിടത്തോളം പുള്ളി നല്ല മനുഷ്യനാണ്. ഞാൻ അറിഞ്ഞിടത്തോളം അങ്ങനെയാണ്. പുള്ളിയുടെ റോങ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു തെറ്റ് കുറ്റങ്ങൾ ഞാൻ കണ്ടിട്ടുമില്ല. നല്ലൊരു വ്യക്തിയെന്ന് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. മറ്റുള്ള കാര്യങ്ങളാണ് എനിക്ക് അറിഞ്ഞുകൂടും. കുടുംബപരമാരങ്ങളാണ് എനിക്ക് അറിഞ്ഞുകൂടുന്നത്. സുഗതം നമ്മളിവിടുത്തെ കൗൺസിലറാണ്. നല്ലൊരു വ്യക്തിയാണ്. പാവങ്ങൾക്ക് സഹായങ്ങളും ഒരുപാട് സഹകരണങ്ങളുണ്ട്. എപ്പോഴെന്ത് ആവശ്യമുണ്ടെങ്കിലും വിളിച്ചാലും വരികയും നല്ല രീതിയിലുള്ള ഒരു ഇതാണ്. ഇപ്പം ഇങ്ങനൊരു കേസിലകപ്പെട്ട് ഇപ്പം ഇടക്കാല ജാമ്യം കിട്ടിയെന്ന് പറയുന്നു. ജാമ്യം നല്ല മറ്റുള്ള ജാമ്യം കൂടെ കിട്ടി വീണ്ടും വാർഡിലോട്ട് വന്ന് ആൾക്കാർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ എന്നുള്ളതാണ്. ഇത് അവനെ കുരുക്കാൻ വേണ്ടി രാഷ്ട്രീയപരമായിട്ടുള്ള വൈരാഗ്യങ്ങളാണ് ഇതെല്ലാം ഇതിന് പിന്നിൽ ഇപ്പം നിൽക്കുന്നത്. നാട്ടുകാർക്ക് ഒരാവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിയെത്തുകയും അത് കൗൺസിലറിൽ അല്ലായിരുന്ന സമയത്തും നാട്ടുകാർക്കൊരു ഉപകാരിയാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ചെയ്തിട്ടുമുണ്ട്. ഇപ്പം വേണ്ട ഇതായിപ്പോയി. അതുകൊണ്ട് നല്ലതെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അതിനെക്കുറിച്ച്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ ഇതാകുമ്പോൾ ആൾക്കാർ പലതും പറയും. അത് അവൻ്റെ അടുത്ത് അവനെക്കുറിച്ച് അറിയാമെന്നുള്ള ആരും മോശമായ രീതിയിൽ പറയില്ല. അടുത്തറിയാമെന്നുള്ള ആൾക്കാർ നമ്മൾ അത്ര അടുത്ത ഇതില്ലെങ്കിലും നമ്മൾ ഈ കൗൺസിലർ ആയതിനു ശേഷം നമ്മൾ കൂടുതൽ ഇലക്ഷൻ്റെ സമയത്ത് കൂടുതൽ നമ്മൾ വെളിയായിട്ടൊക്കെ അന്വേഷിച്ചപ്പം ഏറ്റവും നല്ല ഇത്. അതുകൊണ്ടാണ് വാർഡിൽ നിന്നും ഇതുവരെ ഒരു CPM-ൻ്റെ ഒരു പ്രാവശ്യം മാത്രമേ എൻ്റെ അറിവിൽ കോൺഗ്രസ് ജയിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം CPM-ൻ്റേതാണ്. ഇത് BJP-യുടെ ഇത് ജയിക്കണമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയായിരുന്നു. അത് ജയിച്ചു. അപ്പോൾ അതിനുള്ള ഇതൊക്കെ കാണും. അല്ലാതെ ഇപ്പം തീരെ മോശപ്പെട്ട ഒരാളാണെങ്കിൽ ഇപ്പം ജീവിതത്തിൽ ഇപ്പം ആ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാത്ത ലോകത്താരുമില്ല. പക്ഷേ എന്ന് വിചാരിച്ച ഒരു പൊതുപ്രവർത്തകനാകുമ്പോൾ ആൾക്കാർക്ക് ഒരു ആവശ്യം വരും. അതേസമയത്ത് പിള്ളേക്കടയിലെ വിഷയമാണ് ഇപ്പം ഏറ്റവും വന്നിരിക്കുന്നത്. അഥവാ അത് വിളിച്ചവിടെ പോയില്ലെങ്കിൽ എന്തോന്ന് പറയും, ഒരു കൗൺസിലറെ വിളിച്ചിട്ട് പോയില്ല എന്ന് ഈ പറയുന്ന ആൾക്കാർ തന്നെയാണ് തിരിച്ച് നെഗറ്റീവായിട്ട് പറയും. അപ്പോൾ അതുകൊണ്ട് സുഗതൻ അവൻ നല്ലൊരു ആളായതുകൊണ്ട് ആ നാട്ടുകാർ വിളിച്ചപ്പോൾ അവിടെ ചെന്നു അപ്പോൾ ഇടപെട്ടു. അതിൽ പിന്നെ വിഷയങ്ങളൊക്കെ ആയെന്നുള്ള വാർത്തയിൽ കേട്ടും കാര്യങ്ങളൊക്കെയാണ് ബാക്കി ഡീറ്റെയിൽ നമ്മൾ അറിഞ്ഞത്. എത്രയും പെട്ടെന്ന് പുറത്ത് വരട്ടെ, ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്നുള്ള ഇതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അവനെക്കുറിച്ച് വേറെ ഒന്നും പറയല്ല. നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇവിടെ നാട്ടുകാർക്ക് നമുക്ക് എല്ലാം നല്ലതേ പറയാനുള്ളൂ. കാരണം അല്ലാതെ
ഒരു ഇതുമില്ല. നമ്മളായിട്ട് അവന് അടുത്ത ബന്ധം അങ്ങനെയൊന്നുമില്ല. ഒരു കൗൺസിലർ എന്നുള്ള ഒരു ഇതേ നമുക്കുള്ളൂ, അല്ലാതെ വേറെ ഒരു ഇതുമില്ല. നമ്മളറിവിൽ ഏറ്റവും നല്ലതാണ്. അതുകൊണ്ടാണ് എല്ലാവരും വോട്ടിട്ട് പുള്ളിക്കാരനെ ജയിപ്പിച്ചത്. അല്ലെങ്കിൽ ഇത്രയും ഒരു CPM-ൻ്റെ കോട്ട ചെയ്ത ഒരു BJP കൗൺസിലർ ഇത്രയും കാലം കൊണ്ട് 3-ാം സ്ഥാനം മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോഴിപ്പം ഒരു ഫസ്റ്റ് 49 വോട്ടിനൊക്കെ ഒരാൾ ജയിച്ച് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ള ആൾക്കാരുടെ ഇടയിലും ഇപ്പം നല്ലത് അന്വേഷിക്കാതെ ആരും ഇപ്പോൾ ഒരു കൗൺസിലറെ തിരഞ്ഞെടുക്കില്ലല്ലോ, ഒരിക്കലും തിരഞ്ഞെടുക്കില്ല. ഇപ്പം ഞാൻ മോശപ്പെട്ടവനാണെന്ന് അത് വേറെ ഏത് പാർട്ടികൾ പറയും, പക്ഷെ അന്വേഷിക്കാതെ ആരെങ്കിലും ഇന്നത്തെ കാലത്ത് വോട്ട് ചെയ്യൂ? ആരും ചെയ്യൂല. അത് തന്നെയാണ്. പിന്നെ നല്ല വ്യക്തിയൊക്കെ ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. അതേ ഉള്ളൂ പറയാൻ, വേറെ ഒന്നും പറയാനില്ല. എൻ്റെ പേര് അശ്വതിയാണ്. ഞങ്ങൾ ഒരു വാഴത്തോട്ടം കൗൺസിലർ സുഗതൻ്റെ വാർഡിലുള്ളതാണ് ഞാൻ. കഴിഞ്ഞ ആഴ്ച എനിക്കൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ എനിക്ക് സുഗതൻ എന്നൊരാളെ കുറിച്ച് പറയണതിന് എനിക്ക് പൈസ തന്ന് പറയിച്ചെന്നാണ് എല്ലാവരും പറയണത്. എൻ്റെ പൈസ തന്ന് പറയിച്ചതാണെങ്കിൽ എൻ്റെ വീട് ഇങ്ങനെ കിടക്കൂല. എല്ലാവരും ആ കമൻറ്റിൽ ഇട്ടതെന്ന് വെച്ചാൽ സുഗതന് എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ പറയുന്നു? സുഗതൻ്റെ വാർഡിൽ സുഗതനെ പറയുന്ന ആൾക്കാർ ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ, വേറെ ആൾക്കാരും ഇല്ല. കൗൺസിലറെ പറ്റി പറയണത് ഞങ്ങളെ വാർഡിൽ ഈ 5 വർഷമായാലും 10 വർഷമായാലും സുഗതൻ തന്നെ ആയിരിക്കും കൗൺസിലർ, വേറൊരു വ്യക്തി വരൂല. അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. സുഗതൻ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണ്. പിന്നെ വന്ന കേസുകളൊക്കെ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിലാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇവിടെ കടലുമ്പ് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം വന്ന് ഒരാൾ എന്നോട് പറഞ്ഞു, സുഗതൻ കുത്തുകേസിൽപ്പെട്ടിരിക്കുകയാണ്, അയാൾക്ക് കുത്ത് കിട്ടി എന്ന സംഭവത്തിൻ്റെ പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ അതറിഞ്ഞപ്പോൾ തന്നെ രാവിലെ സുഗതൻ്റെ ഭാര്യയെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവിടുത്തെ വഴക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പോലീസ് എത്തിയപ്പോൾ ക്ഷേത്ര ഭാരവാഹികൾ സുഗതനെ വിളിച്ചു. അങ്ങനെ സുഗതൻ പോയി. അല്ലാതെ സുഗതന് ഈ അടിപിടിയിൽ നിന്ന് ഒരു കാര്യമില്ല, അയാൾക്ക് ഒരു പരുക്കം പറ്റിയിട്ടില്ല എന്ന് ഭാര്യ പറഞ്ഞു. അതൊരു വിഷയം എനിക്കറിയാവുന്ന കാര്യം. പിന്നെ ഈ നിയമസഭാ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ 3-ാം വാർഡ് ഭാഗത്ത് പോളിംഗ് ബൂത്തിൽ ഇയാൾ ചെന്നപ്പോൾ പോളിംഗ് സ്റ്റാഫിന് ഭക്ഷണം അറേഞ്ച് ചെയ്യാൻ പോയതാണ്. SI അയാളായിട്ട് വടക്കോട്ടാക്കുന്നതാണ്, വെറുതെ പ്രകോപിപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ പിന്നെ മനഃപൂർവ്വം അയാളെ ഉപദ്രവിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തുണ്ടാക്കിയ കേസുകളാണ്. നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാണ്, അല്ലെങ്കിൽ അയാൾ ജയിക്കുമോ? നല്ല കടുത്ത മത്സരമാണ് നടന്നത്. നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാണ്. അപ്പോൾ ഇവിടെ ഈ വീട് ഈ റോഡുണ്ടാക്കുക, റോഡ് ടാർ ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ സൈഡ് ടാർ ചെയ്തപ്പോഴത്തേക്ക് അയാൾ കൂടെ നിന്ന് കള്ളത്തിന് കാണിക്കാതെ കൂടെ നിന്ന് റോഡ് ചെയ്യും. അഴിമതിക്ക് അയാൾ കൂട്ടം നിൽക്കില്ല. അപ്പോൾ അതൊക്കെ ഇവർക്ക് പറ്റില്ല, പഴയ ആൾക്കാർക്ക് പറ്റില്ല. കേസുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം തന്നെ അയാൾ ചെയ്യാത്ത കുറ്റത്തിന് 20 മുതലെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടു നടന്ന് അയാൾ ചെയ്യാത്ത കാര്യത്തിന് 20 മുതലോടെ നടക്കാനാണ്.